ഞാൻ കണ്ടായും അമ്മ എന്നിട്ട് പോകാനൊക്കെ ഞാൻ ഓടിക്കറി സൗണ്ട് കേട്ടില്ല. ഇല്ല, ഞാൻ കേട്ടില്ല. കേട്ടെങ്കിൽ ഞാൻ പോയി നോക്കി നിൽക്കുവോ? കൊള്ളാമല്ലോ, എങ്ങനെ കണ്ട് ചെരുപ്പ് കൂടെ കിടക്കുന്നു. ഒക്കെ എടുത്തങ്ങ് വീട്ടിൽ ഇട്ടോ. ആ, ഇത് കാന്താരിയാന്നോ പച്ചമുളകാണ്? വെള്ളക്കാന്താരി. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചപ്പാത്തി പരിപ്പുണ്ട്. മോനിക്കുട്ടന് വന്നപ്പോ വിശക്കും. രാവിലത്തെ ചപ്പാത്തി ഇരിക്കൊണ്ട് കഴിക്കുക. ഉണ്ട് കുഞ്ഞ്, വട്ടപാത്രത്തില്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഗോതമ്പ് പൊടി മേടിച്ചു. പിന്നെ വെളുത്തുള്ളി തീർന്നായിരുന്നു, അത് അല്ലി അടർത്തിയത്. പിന്നെ പാലും തൈരും വാങ്ങിച്ചു. കഴിഞ്ഞ ദിവസം ആരോ എന്നോട് ചോദിച്ചു ഗോതമ്പ് പൊടി ഏതാ വാങ്ങിക്കുന്നതെന്ന്. ഞാൻ നമ്മുടെ പാക്കറ്റ് ബ്രാൻഡഡ് ഗോതമ്പ് പൊടി അല്ല വാങ്ങിക്കുന്നത്. ഇത് ലൂസായിട്ടുള്ള ഗോതമ്പ് പൊടിയാണ്. ഇത് ഹാപ്പി മാർട്ടിന്റെ ഗോതമ്പ് പൊടി. ഇതാണ് ഞാൻ വാങ്ങിക്കുന്നത് കേട്ടോ. ഇതുവരെ മഴ പെയ്തില്ല, പക്ഷെ നല്ല ചൂടുണ്ടായിരുന്നു. മഴക്കോളും ഉണ്ട് ചെറുതായിട്ട്. പനിയൊക്കെ ഇത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. ഇത്തിരി അല്ല, നല്ല വ്യത്യാസമുണ്ട്. നടക്കാനും ഇരിക്കാനും എഴുന്നേക്കാനും വയ്യാത്ത അവസ്ഥയിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നു. ഇന്ന് ജോലിക്കൊക്കെ പോയി. ശനിയാഴ്ച പോകാഞ്ഞതിൻ്റെതായിട്ടുള്ള ജോലിപ്പാടുണ്ടായിരുന്നു. കുറേ ബില്ലുകളൊക്കെ ഉണ്ടായിരുന്നപ്പോ ഒന്ന് ഒതുക്കിപ്പെറുക്കിയില്ല ചെന്നപ്പോ. പിന്നെന്താണ്, ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെയൊന്നും കാണാനൊന്നും പറ്റിയില്ല. ആരെയൊന്നും മിണ്ടിയില്ല. ഞാൻ അറിയാവുന്നവരെല്ലാം വന്നോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മിണ്ടിയില്ല ആരും കേട്ടോ. മക്കളെല്ലേന്നൊന്നും ചോദിച്ചില്ലായിരുന്നു. ചിലവരൊക്കെ കാണാറുണ്ട്, പക്ഷെ എന്നോട് മിണ്ടാൻ കേട്ടോ. എളുപ്പന്നില്ലേ വീണ് മാറണേ. എനിക്ക് വീണ് താമസിക്കാം. മാറണം. വീട് കിട്ടാതെ അങ്ങനെ പണിയുന്നേ. മോനിക്കുട്ടന്റെ വിചാരം ഇതൊക്കെ ഇങ്ങനെ സ്വിച്ച് ഇടുന്ന പോലെ വീട് സ്ഥലം ഇതൊക്കെ റെഡി ആകുമെന്ന്. പിന്നെ അത്താഴത്തിന് ചോറിരിപ്പുണ്ട്. രാവിലെ ചപ്പാത്തിയും പരിപ്പ് കറിയായിരുന്നു. പരിപ്പ് കറി കുറച്ചിരിപ്പുണ്ട്, മീൻകറി ഉണ്ട്, പിന്നെ എന്താണ്, അതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനിന്ന് പ്രത്യേകമായിട്ടൊന്നും വെക്കുന്നില്ല. അതൊക്കെ തീരട്ടെ. നാളെ നമുക്ക് എന്തെങ്കിലും മീനോ വല്ലതും വാങ്ങിക്കാം. അപ്പൊ ഒന്ന് കുളിച്ച് ജപിച്ചൊക്കെ വരാം. തീർന്നത് ഞാനില്ലേ പണ്ട് ഇങ്ങനെയില്ല, എല്ലാത്തിനും കവർ കിട്ടുന്നു. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. പുരുഷന്മാരെ, നിങ്ങൾ എത്രത്തോളം എൻ്റെ മാനത്തെ നിന്നയാക്കി. മായയെ ഇച്ഛിച്ച് വ്യാജത്തെ അന്വേഷിക്കും. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിക്കുന്നുവെന്നറിവിൻ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ. നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പിൻ. നീതിയാഗങ്ങളെ ആർപ്പുവിൻ, യഹോവയിൽ ആശ്രയം വെപ്പിൻ. നമുക്കാര് നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. യഹോവേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ.
ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവയ്ക്കുണ്ടായതിലുമധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരയ്ക്കുമോ. കുളിയും ജപമൊക്കെ കഴിഞ്ഞു പ്രിയങ്ങളെ. ഇപ്പൊ ഉഷാറായില്ലേ? അയ്യോ, 2 ദിവസം എന്തുവായിരുന്നോ എൻ്റെ ദൈവമേ. ഏതായാലും ഇന്ന് വലിയ പണികളൊന്നും ഇല്ലാത്തത് കൊണ്ട് എൻ്റെ പ്രിയങ്ങളുടെ കമൻ്റ് ഏതെങ്കിലുമൊക്കെ വായിക്കാം. ഞാൻ നോക്കട്ടെ, നമ്മുടെ ഷോർട്ട് വീഡിയോയുടെ ഏതെങ്കിലും കമൻറ്റ് വായിക്കാം. ഞാൻ ലാസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ഈ ആക്രമണത്തിൻ്റെയൊക്കെ കാര്യം നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റത്തുള്ളൂ. പിന്നെ നാട്ടിൽ അവരുടെ കുടുംബാംഗങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം നമുക്കിപ്പോൾ ഓരോരുത്തരുടെയും വീട്ടിൽ ആരെങ്കിലുമൊക്കെ വെളിയിലായിരിക്കും. അപ്പോൾ അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഞാനപ്പോൾ അതിൻ്റെ കാര്യം പറഞ്ഞ് ഒരു വീഡിയോ, ചെറിയ ഒരു ഷോർട്ട് വീഡിയോയ്ക്കകത്ത് ആ കാര്യം ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജൊക്കെ അയച്ച് ചോദിച്ചു ആങ്ങളുടെ കാര്യം, ആങ്ങളെ സേഫാണോ എന്നൊക്കെ. കുഴപ്പമൊന്നുമില്ല, മെസ്സേജൊക്കെ അയച്ചു, വിളിക്കുന്നൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല എന്നാണ് അറിയുന്നത്. അങ്ങനെ ദൂര സ്ഥലത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാം പെട്ടെന്ന് സമാധാനപരമായിട്ട് അവസാനിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. നമ്മുടെ ഈ പറയുന്ന പോലെ ജീവിതം ഒന്ന് കരയ്ക്കെത്തട്ടെന്നോർത്തായിരിക്കും ഓരോരുത്തരും അന്യനാടുകളിലൊക്കെ പോയി കിടന്ന് കഷ്ടപ്പെടുന്നത്. അപ്പോൾ അവരെ വിശ്വസിച്ച് നാട്ടിൽ കുറേ ആൾക്കാരുണ്ടാവും, ഭാര്യ, മക്കൾ, അല്ലെങ്കിൽ പെങ്ങള്, അച്ഛൻ, അമ്മ, അങ്ങനെ ആരെങ്കിലുമൊക്കെ കാത്തിരിക്കുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരെയും ഓർത്ത് നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കാം. ആർക്കും ഒരാപത്തും വരരുത് എന്നല്ലേ. അപ്പോൾ എന്താ പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ പോലെ ആങ്ങളുടെ കാര്യമൊക്കെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്നേഹം അറിയിക്കുന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ല ഇതുവരെ. അപ്പം നമ്മൾ ലാസ്റ്റ് ഒരു ലോങ് വീഡിയോയ്ക്ക് വന്ന ഒരു കമൻറ്റ് വായിക്കാം കേട്ടോ. കുറച്ച് കമൻറ്റുകൾ വായിക്കാം. എല്ലാം വായിക്കാൻ എൻ്റെ തൊണ്ട ചിലപ്പോൾ അനുവദിക്കത്തില്ല, പറ്റുന്ന അത്രയും വായിക്കാം. ലാസ്റ്റ് ഇട്ട ലോങ് വീഡിയോയുടെ കമൻറ്റ് 236 കമൻറ്റ് വന്നിട്ടുണ്ട്. മൊത്തം ഞാൻ വായിക്കുന്നില്ല കേട്ടോ, കുറച്ച് വായിക്കാം. എനിക്ക് സപ്പോർട്ട് ചെയ്ത് എനിക്ക് കമൻ്റ് ഇട്ട് എല്ലാവരോടും സ്നേഹം അറിയിക്കുവാണ്. എന്താ പറയുന്നത്, മനസ്സിലാക്കി കൂടെ നിന്നതിന് കേട്ടോ. ആദ്യത്തെ വോക്ക് ബൈ ക്രാവിങ്സ് എന്നുള്ള ഒരു അക്കൗണ്ടിൽ നിന്നാണ്. അമ്മക്കളെ 2 മക്കളെയും കൊണ്ട് ഈ അമ്മ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. ഒരുപാട് പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടായിട്ട് അവർ പിടിച്ചു നിൽക്കുന്നു. മാന്യമായി ജീവിക്കാൻ ശ്രമിക്കുന്നു. എന്തിനാണ് ഇനി അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇവരും ഭൂമിയുടെ അവകാശികളാണ്. അവരും ജീവിക്കട്ടെ ഇവിടെ. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാൻ അവർ വരുന്നില്ലെങ്കിൽ എന്തിനാണ് ഇവരെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ദൈവം അനുഗ്രഹിക്കട്ടെ അമ്മക്കളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സ്നേഹം, സന്തോഷം. എന്താ പറയുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു നേരം ഒരു വാക്കോർത്ത് പ്രാർത്ഥിക്കുന്നതും അവരെ ഓർക്കുന്നതും അവരുടെ സങ്കടത്തിൽ പങ്കുചേരുന്നതും ഒക്കെ കുറച്ചെങ്കിലും ഈശ്വരൻ മനസ്സിൽ കുടികൊള്ളുന്നവർക്ക് മാത്രം പറ്റുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. നിങ്ങൾ ഓരോരുത്തരെയും, അങ്ങനെയുള്ള ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ സുനിത സണ്ണി, ഒരിക്കലും തളരരുത്, എല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോയേ പറ്റൂ, പ്രാർത്ഥനയിൽ എന്നും കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഷീല സാബു, പ്ലീസ് ദൈവത്തെ ഓർത്ത് ഞങ്ങളുടെ അമ്മക്കളെ വെറുതെ വിടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. നവനീതം ഹോംലി വ്ലോഗ്സ് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. നമ്മുടെ ആരതിക്കുട്ടിയുടെ ചാനല്, അമ്പി ചേച്ചിയുടെ മോളുടെ ചാനല്, ഞാൻ ആ വിവരം പറഞ്ഞപ്പോൾ തന്നെ കുറേ ആൾക്കാർ പോയി സപ്പോർട്ട് ചെയ്തു. എല്ലാവരോടും സ്നേഹം, സന്തോഷം. മോളൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ എല്ലാവരും ചെയ്യുമെന്നറിയാം, എന്നാലും കുറേ പ്രാവശ്യം ചേച്ചിയുടെ വീഡിയോസ് കാണുന്ന വേഗം ഒരു വീടുണ്ടാകട്ടെ. എൻ്റെ എന്താ പറയുന്നത്, ഇപ്പോൾ ഉള്ള നമ്മളെപ്പോഴും പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓരോ ദിവസവും എൻ്റെ പ്രിയങ്ങളെ ഓരോ ദിവസവും രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുന്നത് എന്തെങ്കിലും ഒരു അതിലേക്കായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെന്നാണ് കേട്ടോ. വൈകിട്ട് വരുമ്പോഴും നടന്നാലും ഇല്ലെങ്കിലും പ്രാർത്ഥിക്കുന്നത് ദൈവമേ നാളെ ഒരു പുലരി അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിനായിരിക്കണേ എന്നാണ് ഓർത്ത് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ എൻ്റെ ഊണും ഉറക്കവും എല്ലാം എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു വീടുണ്ടാകുക എന്നുള്ളത് മാത്രമാണ്. നമുക്കത് എന്താ പറയുന്നത്, ആർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ.
അത് മാത്രമാണ് പ്രാർത്ഥന. ശരിക്കും അത് ചിന്ത മാത്രം മനസ്സിൽ വെച്ച് അതിനു വേണ്ടിയിട്ട് സർവ്വനേരവും പ്രാർത്ഥിച്ചിരിക്കുമ്പോഴാണ് ഈ ഇടങ്കോലിട്ട് കുറേ മനുഷ്യരെന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു കോള് വരുന്നു പ്രിയങ്ങളെ, ഞാനൊന്ന് സംസാരിക്കട്ടെ. ഇവിടെ പ്രിയപ്പെട്ട ഒരു ചേച്ചിയാണ് വിളിച്ചത്. ചേച്ചി കുവൈറ്റിലാണ് കേട്ടോ. അപ്പോൾ അവിടെ ഫോൺ വിളിച്ചപ്പോഴും ഇങ്ങനെ പല സൗണ്ടുകൾ ഇങ്ങനെ കേൾക്കുന്നു, സൈറൻ മുഴങ്ങുന്നതും ഒക്കെ. പിന്നെന്താണ്, അതുകൊണ്ട് സമയം കുറേ നേരം ചേച്ചിയോട് സംസാരിച്ചിരുന്നു. അങ്ങനെ കുറച്ച് സമയം പോയി പ്രിയങ്ങളെ. പിന്നെ നോക്കട്ടെ, കുറച്ച് കമൻറ്റ് വായിക്കാവേ. അജിത മക്കളെ ഒരുപാട് വിഷമം തോന്നുന്നു. ഇങ്ങനെ ഇവരെ ദ്രോഹിച്ചിട്ട് ഇവർക്ക് എന്ത് കിട്ടാനാ പാവം. എനിക്ക് അറിഞ്ഞുകൂടാ പ്രിയങ്ങളെ. പിന്നെ സായി സ്റ്റിച്ചിങ് ബ്ലോഗ്സ്, ആരെയും ദ്രോഹിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് നേടാൻ? ആ പാവങ്ങളെ വെറുതെ വിടൂ. ഇന്ന് ഞാൻ നാളെ നിങ്ങളും ഇതൊക്കെ അനുഭവിക്കുക. പാവം എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. മക്കളെ ഒരിക്കലും തളരരുത്. തളരാനായിരുന്നെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനൊന്നും എന്നെ മുന്നിൽ കാണാൻ പറ്റത്തില്ലായിരുന്നു. ലതാ വിമൽ, ഞങ്ങളുടെ അമക്കളെ ദ്രോഹിക്കുന്നവരെ ദൈവശിക്ഷ കാത്തിരിക്കുന്നു. ഇന്ന് അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഗ്രേസി ജോസഫ്, ജിൻസിക്കും പിള്ളേർക്കും കിട്ടേണ്ട വീട്ടിൽ നിന്ന് അതൊക്കെ നമ്മളത് ആ ഒരു ടോപ്പിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ആ കമൻറ്റ് വായിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, ഞാൻ ഇന്നലെയും കഴിഞ്ഞ വീഡിയോയിലെല്ലാം പറഞ്ഞതുപോലെ നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ വിഷയങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അത് മറ്റുള്ളവർക്ക് അതൊരു കണ്ടന്റ് ആവും, അവർക്ക് പറഞ്ഞു രസിക്കാൻ ഒരു കാര്യമാകും. അതുകൊണ്ടാണ് പലതും പറയാത്തത് കേട്ടോ. പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നത് കൊണ്ടാണ്. പിന്നെ സുജാസന, ചിലർ ഉദ്ദേശിച്ചതുപോലെ നടന്നില്ല എന്ന തോന്നൽ അവരെ കൂടുതൽ ഭ്രാന്താക്കും. അത് പലതരത്തിലുള്ള ഉപദ്രവമായി അമ്മൂസിന്റെ പുറകിൽ തന്നെ കാണും. നമ്മളെ തകർക്കുക എന്ന ലക്ഷ്യം. അതിന് അവജ്ഞയോടെ തള്ളിക്കളഞ്ഞ് ധൈര്യമായി മുന്നോട്ട് പോകാം. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ അമ്മൂസും കുഞ്ഞുങ്ങളും ഉണ്ട്. നമ്മൾക്ക് തരാനുള്ളതും നമ്മൾക്ക് തന്ന് തമ്പുരാൻ തരും. ആരെ എവിടെ കിടന്ന് പണിപ്പെട്ടാലും അവസാന വിജയം അമ്മൂസിന്റെ. അത് കാണാൻ നിരന്തരം പ്രാർത്ഥിക്കും. താങ്ക് യു സോ മച്ച് ഡിയർ. പിന്നെ അമ്മക്കളി ഇതുപോലെ കുറച്ച് ആളുകൾ എല്ലായിടത്തും ഉണ്ട്. അന്യരുടെ ദുഃഖം കണ്ട് ആസ്വദിക്കുന്നവർ. അമ്മക്കളി വിഷമിക്കേണ്ട, ഈശ്വരൻ കൂടെയുണ്ട്. അതെ, ഇപ്പം എൻ്റെ മാത്രം ഒരു കാര്യമല്ല, ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ചിലർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവരാണ് ഈ ഓരോ കടുങ്കൈ ചെയ്യുന്നത്. എല്ലാവരും എന്താ പറയുന്നത്, എന്നെ പോലെ സ്ട്രോങ് അല്ലല്ലോ. ദാറ്റ്സ് ദ പോയിന്റ്. ഈ സ്ട്രോങ് ആയി പോയതാണ് ഈ വിഷയം കേട്ടോ. നമ്മൾ ശാരീരികമായിട്ട് നമ്മൾ ഒരുപാട് വീക്കാണ്, പക്ഷെ മാനസികമായിട്ട് നമ്മൾ വളരെ വളരെ സ്ട്രോങ് ആണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ സെന്നാർജെ എന്നുള്ളൊരു അക്കൗണ്ട്. ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തെങ്കിലും പറ്റിയാൽ അത് അവർക്ക് സന്തോഷമുണ്ടാക്കും. ചേച്ചിക്ക് എന്തെങ്കിലും ആയാൽ പോലും അതിൽ നിന്ന് അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അതുകൊണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും വെച്ച് കംപ്ലൈൻറ്റ് ഇമെയിലായി പോലീസ്, വനിതാ കമ്മീഷനൊക്കെ അയക്കും. എന്നിട്ട് അതിൻ്റെ കോപ്പി റിലേറ്റീവ്സിൻ്റെ കയ്യിൽ കൊടുക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കമൻറ്റ് ഇട്ട ആൾ തന്നെ എനിക്ക് മെസ്സഞ്ചറിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതിനൊരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യണം, എന്നിട്ട് അതിൻ്റെ കോപ്പി സൂക്ഷിക്കണം, റിലേറ്റീവ്സിൻ്റെ കയ്യിൽ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് വീഡിയോയിലും പറയണം എന്നുള്ള രീതിയിൽ കേട്ടോ. സഹി കെട്ടാൽ ഞാനത് ചെയ്യും. സഹി കെട്ടാൽ മാത്രം. സഹികടലിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട്, എൻ്റെ ഒരു റേഞ്ച് വെച്ച്. അത് കഴിഞ്ഞാൽ ഞാനത് ചെയ്യും. പിന്നെ വെറുതെ ഇല്ലാത്ത പ്രശ്നങ്ങളാകും. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. പേരാണ് ഭാസ്കരൻ രഘു പ്രസാദ് എന്നാണെന്ന് തോന്നുന്നു കേട്ടോ. മോളെ, ഇതിലും വലിയ പ്രതിസന്ധികൾ അനുഭവിച്ച്, ആക്ഷേപങ്ങൾ അനുഭവിച്ച് തെരുവിലായ ഒരു വ്യക്തിയാണ് ഞാൻ. ആത്മഹത്യ ചെയ്യണമെന്നൊക്കെ തോന്നിയ ഒരു കാലം എനിക്കുണ്ട്. ഞാനൊരു നല്ല ദൈവവിശ്വാസി ആയതുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് കരകയറി നല്ലൊരു ജീവിതം ജീവിച്ചു വരുന്ന ഒരു ചേച്ചിയാണ് ഞാൻ. മറ്റുള്ളവരുടെ വാക്കിലോ പ്രവൃത്തിയിലോ നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സോ കൈവിടരുത്. നല്ലൊരു ഭാവി മോൾക്കും കുഞ്ഞുങ്ങൾക്കും കാത്തിരിക്കുന്നു. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥന നിന്നെക്കൊണ്ട് നിങ്ങൾക്കുണ്ട്. നല്ലൊരു വീട്ടിലെ നല്ല പൊസിഷനിൽ ദീർഘായുസ്സോടെ ജീവിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ഒരുപാട് നന്ദി, ഒരുപാട് ഒരുപാട് സ്നേഹം. അങ്ങനെ എൻ്റെ എല്ലാ കമൻറ്റും വായിക്കാൻ വയ്യ, എൻ്റെ ഒച്ച വയ്യ പ്രിയങ്ങളെ, എൻ്റെ ഒച്ച പോവും. പിന്നെ എൻ്റെ ഷോർട്ട് വീഡിയോയ്ക്ക് വോയിസ് ഒക്കെ ഇടാനുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം നിറയെ സ്നേഹം അറിയിക്കുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ
നമ്മളല്ല വിധി തീരുമാനിക്കുന്നത്. നാളെ എനിക്ക് എന്താണ് ഇനിയും വരാനുള്ളതെന്നും തീരുമാനിക്കുന്നത് ഞാനല്ല. ഈ പാപം ചെയ്യുന്നവര് ശിക്ഷ അനുഭവിക്കുമെന്ന് മാത്രമല്ല, പാപം ചെയ്യാത്തവരും ദൈവത്തിന്റെ വിധി എങ്ങനെയാണോ അത് അനുഭവിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച് തീർത്തേ പറ്റത്തുള്ളൂ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് റീജിയണൽ ക്യാൻസർ സെന്റർ, അവിടുത്തെ കുട്ടികളുടെ വാർഡ് കേട്ടോ. അവിടെ ചെന്നാൽ നമുക്ക് മനസ്സിലാകും പാപങ്ങളുടെ ശിക്ഷയല്ല നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒക്കെ പറയും മാതാപിതാക്കൾ ചെയ്ത പാപങ്ങളുടേതാണ്, മുജ്ജന്മ പാപങ്ങളുടേതാണ് എന്നൊക്കെ. എനിക്ക് അങ്ങനെയുള്ള വിശ്വാസമൊന്നുമില്ല. നമ്മളിപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു, അടുത്തൊരു ജന്മം നമുക്കുണ്ടെന്നും പറഞ്ഞൊന്നും അല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഈ നമ്മൾ അടുത്ത ജന്മം, ഈ കഴിഞ്ഞ ജന്മത്തെ പറ്റി നമുക്ക് എന്തെങ്കിലും അറിയാവോ? അപ്പൊ പിന്നെ അടുത്തൊരു ജന്മം ഉണ്ടെന്ന് പറയുന്നതിൽ എന്തുവാ വാസ്തവം? എനിക്ക് അറിഞ്ഞുകൂടാട്ടോ. അതുകൊണ്ട് ഈ മുജ്ജന്മം അങ്ങനെയുള്ള ഈ ഭൂമിയിൽ നമുക്ക് ഇപ്പോൾ രോഗം വന്നു, ഒരു അപകടത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നമ്മൾ മരണത്തോട് മല്ലിട്ട് തിരിച്ചു വരിക എന്നുള്ളതാണ് പുനർജന്മം. അതിനപ്പുറത്ത് മരണശേഷം ഒരു ജീവിതമുണ്ട്, അങ്ങനെയൊന്നും എനിക്ക് വിശ്വാസമല്ല. തോന്നലുകളാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് വേർപെട്ട് പോയാലും അവരുടെ സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ നമ്മുടെ തോന്നലായിരിക്കാം, നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഒരു അതായിരിക്കാം. എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ അതിനെപ്പറ്റി ഒന്നും ഒരുപാട് ശാസ്ത്രീയമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. പഠിച്ചവരൊക്കെ ആത്മാക്കളുണ്ട്, പുനർജന്മമുണ്ട് എന്നൊക്കെ പറയുന്നവരുണ്ട്, അതിൽ വിശ്വസിക്കുന്നവരുണ്ട്. അപ്പം ഈ പാപങ്ങളുടെ കണക്കെടുക്കുന്ന കാര്യത്തിൽ നമ്മൾ ഒട്ടും മിടുക്കരല്ല. ഇതെല്ലാം നമുക്ക് എന്തൊക്കെയാണോ വിധിച്ചിരിക്കുന്നത് അതെല്ലാം നമ്മൾ അനുഭവിച്ച് തീർക്കണം. ഇപ്പം എത്രയോ പേര് തിന്മ ചെയ്യുന്നവരും നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കും അല്ലേ. എന്നെങ്കിലും ഒരിക്കലും അവർക്ക് ശിക്ഷ കിട്ടുമെന്ന് സമാധാനിക്കാൻ നമുക്ക് പറ്റും. പക്ഷെ അവര് ഒരുപക്ഷെ അവരുടെ മരണം വരെയും അത്ര ഹാപ്പി ആയിട്ട് തന്നെ ജീവിച്ചു പോകും. എല്ലാവർക്കും നന്മ വരണേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നത് നമുക്കൊക്കെ ചിലപ്പോൾ ഇതുപോലുള്ള ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ചു തീർക്കേണ്ടി വരും. അതുകൊണ്ട് അതൊക്കെ ഓരോ മനുഷ്യൻ്റെയും ജനന സമയത്ത് തന്നെ എഴുതി ചേർത്തപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്, എന്തൊക്കെ അനുഭവിക്കണമെന്നുള്ളത്. അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ പ്രിയങ്ങളെ. എല്ലാവരോടും സ്നേഹം, നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ കേട്ടോ. ഇനി ഉള്ള ചോറും ഒക്കെ കഴിച്ച് കിടന്നുറങ്ങാം. എല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും അങ്ങനെ ആയിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുവാണ്. എപ്പോഴും മനസ്സുരുകി പ്രാർത്ഥിക്കുവാണ്. കാരണം എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് പേര് എന്നെ വീഡിയോസിലൂടെയൊക്കെ കണ്ട് എനിക്ക് മെസ്സേജ് അയക്കുകയും എന്നെ വന്ന് കാണുകയൊക്കെ ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ട ചേച്ചിമാരൊക്കെ ഉണ്ട്. ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവർ. അവർക്ക് സമയം കിട്ടുമ്പോഴൊക്കെ എന്തുകൊണ്ട് വിശേഷമെന്ന് ചോദിച്ചൊരു മെസ്സേജ്, അതൊക്കെ നമുക്കൊരു ഭാഗ്യമാണ്. അപ്പം അങ്ങനെയുള്ളവരെയൊക്കെ ദൈവത്തിനു സമർപ്പിക്കുന്നു. ഒരാപത്തും വരരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് അത്താഴത്തിനുള്ള പരിപാടികൾ നോക്കാം. മോനുകുട്ടൻ സ്കൂളിൽ നിന്ന് വന്ന് അമ്മ ഒന്നും ഉണ്ടാക്കിയില്ല, ചായ ഏതാണ്ട് കുടിച്ചിട്ട് അങ്ങ് പോവായിരുന്നു. അതുകൊണ്ട് വിശപ്പായിരുന്നു. അപ്പോൾ വന്നപ്പോൾ ചപ്പാത്തി കഴിച്ചു. അതുകൊണ്ടാണ് അനങ്ങാതിരിക്കുന്നത് കേട്ടോ. 8 മണിയാകാറായി. അപ്പം ഞാൻ ചോറൊക്കെ എടുക്കട്ടെ. പിന്നെ മീൻകറിയുണ്ട്. എനിക്ക് തീയലും മീൻകറിയും പിന്നെ ഇച്ചിരി അച്ചാർ കൊടുത്ത് ചോറുണ്ണാമെന്നാണ് എൻ്റെ ഒരു വിചാരം. പരിപ്പ് കറി വേണമെങ്കിൽ എടുക്കാമായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് പപ്പടം ഇല്ലാത്തതുകൊണ്ട് പരിപ്പ് കറി വേണമെന്ന് തോന്നുന്നില്ല. പപ്പടം മേടിക്കണമെന്ന് വിചാരിച്ചാൽ മറന്നുപോയി. വേറെ കുറെ ചിന്തകളും ഒക്കെ ആയിട്ട് വൈകുന്നേരം തോടിപ്പാൻ ഇങ്ങോട്ടിങ്ങ് പോരും. അഹങ്കാരി ചോറ്, തീയൽ, മീൻകറി, പരിപ്പ്, അച്ചാർ. ഇങ്ങോട്ട് എഴുന്നേലി. എന്നെ വിളിക്കണ്ടേ? ഇങ്ങോട്ട് എഴുന്നേലി. കിടക്കാൻ ഇങ്ങോട്ടുകാരൻ മേടിച്ചു തരാം. മാമിയും മേടിച്ചു, അച്ഛനും മേടിച്ചു, അമ്മയും മേടിച്ചു. ഇല്ല, കഷ്ണം മാത്രം മതി. ഇതോടെ അതുകൊണ്ട് കഴിച്ചിട്ട് വരാം. ടാറ്റാ. ചോറ് വിളമ്പി തീയലൊഴിക്കാം. തീയൽ മാത്രം മതി ചോറുണ്ണാൻ.
ഇനി ഒരു പുളിപ്പ് കഴിക്കാൻ തോന്നുന്നതുകൊണ്ടാണ് ഇച്ചിരി അച്ചാർ എടുക്കുന്നത് കേട്ടോ. നമ്മുടെ ലക്ഷ്മി ചേച്ചിയുടെ നാരങ്ങ. ലക്ഷ്മി ചേച്ചി വരുന്നുണ്ട് കേട്ടോ, എൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. ഒരു കഷ്ണം മീനും എടുത്തിട്ടുണ്ട്. ചാറൊന്നും വേണ്ട കേട്ടോ, മീൻ മാത്രം. എന്നത്തെയും പോലെ എല്ലാവരോടും സ്നേഹം. നമ്മുടെ ആരതിക്കുട്ടി പറഞ്ഞതുപോലെ ഒരു വീടുണ്ടാവണം. അതിന് വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പൈസ വേണമല്ലോ വീടുണ്ടാക്കണമെങ്കിൽ. അപ്പോൾ അത് നിങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എന്നെ സഹായിക്കണം കേട്ടോ. അതിനപ്പുറത്ത് നിങ്ങളുടെ പ്രാർത്ഥന വേണം. എന്നും എല്ലാവരോടും സ്നേഹം. നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റ. ഓക്കെ, ബൈ ബൈ, സീ യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.